നിന്നെ ഞാൻ പിടിക്കും. ഒരു മിനിറ്റ്. നിന്നെ ഞാൻ വട്ടത്തിലിട്ട് പിടിക്കൂടാ. പിടിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പാ. എന്താടാ പിടിച്ചോ? എന്ത് എന്നെ പിടിക്കുമെന്ന് പറഞ്ഞു. എടാ അങ്ങനെ പിടിക്കുമെന്നല്ല ഞാൻ പറഞ്ഞേ. നിന്നെ ഞാൻ പൂട്ടൂടാ. എന്നെ എന്തിനാ പൂട്ടണത്? എടാ ഞാൻ നിന്റെ 9 കേസ് ഞാൻ ബാധിച്ചോ. എന്നിട്ട് നീ 5 പൈസ നീ എനിക്ക് തന്നിട്ടുണ്ടോ? 9 കേസ് വക്കീല് ബാധിച്ചേ? 9 കേസിന് ഞാൻ അകത്ത് പോയാ പിന്നെ ഞാൻ എന്തിനാ വക്കീലിന് ഫീസ് തന്നെ? എടാ അകത്ത് പോയാലും പുറത്ത് പോയാലും വക്കീലിന് കൊടുക്കാനുള്ള ഫീസ് കൊടുത്തേ പറ്റൂ. എന്റെ കയ്യിൽ ഫീസ് ഇല്ല. എടാ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് ഫീസ് തന്നേ പറ്റൂ. ഇതെന്താ ഞാൻ ഇട്ടേക്കുന്നത് എന്നൊക്കറിയാം. ഞാൻ എപ്പോഴും ചോദിക്കണോ എന്തിനാ ഈ ചൂടത്ത് ഈ സാധനം ഇട്ട് നടക്കണം? നിങ്ങൾക്ക് വല്ല നൈറ്റിയോ വല്ല ചുരിദാറോ ഇട്ട് നടക്കാൻ പാടില്ല. എടാ ഇത് ബാധിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. വാദത്തിനാണ് ഇത് ഇട്ടേക്കുന്നത്. അയ്യോ വാദത്തിന് ഇതല്ല ഇടേണ്ടത്. വാദത്തിന് വല്ല കുഴമ്പോ വല്ല തൈലോ ഒക്കെ മേടിച്ച് പെട്ടണം. നല്ലതാ വാദത്തിന്. എടാ പോടായിരുന്നു. ഞാൻ ആരാന്ന് എനിക്കറിയോ? ഞാൻ ബാറിലെ ഗർജിക്കുന്ന സിംഹമാണ്. എങ്ങനെ? ബാറിലെ ഗർജിക്കുന്ന സിംഹമാ ഞാൻ. നിങ്ങൾ ബാറിൽ കിടന്ന് ഗർജിക്കണമെങ്കിൽ ഞാൻ ഷാപ്പിൽ കിടന്ന് ഗർജിക്കും. ഞാൻ ഷാപ്പ് ഗർജകൻ. എടാ അതാണോ ഞാൻ പറഞ്ഞത്? എടാ ഞാൻ കോടതി ബെഞ്ച് മറ്റേ മജിസ്ട്രേറ്റ് ഒക്കെ ഇരിക്കുന്നില്ലേ, അവിടുത്തെ ഗർജിക്കുന്ന സിംഹമാ ഞാനെന്നാ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഇപ്പൊ പൈസ തരാൻ എനിക്ക് പൈസ തന്നേ പറ്റത്തുള്ളൂ. എന്റെ പൊന്നെ പൈസ ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ തരാന്ന്. എന്റെ അമ്മ ഇതിൽ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ച് ഇത്രയും വക്കീലാക്കിയിട്ട് നീയൊക്കെ പൈസ തരായിരുന്നു. എന്റെ കുടുംബം എങ്ങനെ കഴിയുമെന്നാ ഈ പറയുന്നത്? അയ്യേ ഇതെന്ത് സാധനം ഇത്? പിന്നല്ലാതെ ഞാൻ അലറി ചോദിച്ച് ബഹളം വെച്ച് ഇനി കരഞ്ഞാലെങ്കിൽ നീ തരും. 9 കേസും ബാധിച്ചു. 9 കേസിലും ഞാൻ അകത്ത് പോയി. ഇനി എനിക്ക് പൈസ വക്കീൽ ഫീസ് തന്നെ 9 കേസ് നീ എങ്ങനെ അകത്ത് പോയത്? അത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്താ നീ എന്തിനാ കോടതി കൂട്ടി കയറി എന്നിട്ട് സത്യം വിളിച്ച് പറഞ്ഞ എന്തിനാ? സത്യപ്രതിജ്ഞ ചെയ്തവരാരും നുണ പറയാല, അത് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട് എന്നെ രക്ഷപ്പെട്ടേനെ അവിടെ. എന്തൊക്കെ പറഞ്ഞാലും എനിക്കിന്ന് പൈസ കിട്ടിയ പൈസ ഞാൻ പോക്കറ്റിൽ അതെന്ത് ഒന്നുമില്ല. ഒന്നുമില്ല, അത് മുറുക്കാൻ മതി. എന്നെ പിടിപ്പിക്കരുത്. എനിക്ക് മൂന്നാമത് വയ്യാത്ത പൈസ മേടിക്കരുത് പ്ലീസ് വക്കീൽ. അത് അതെ ഇതാണ് മറ്റേ ഇത്. ഏത്? എന്റെ ദൈവമേ, ഒരു കൊട്ട് പച്ച നോട്ട് എത്ര ഉണ്ട്? 50,000. ഇത് വെച്ചിട്ടുണ്ടോ നീ കള്ളത്തരം പറഞ്ഞത്? അല്ല ആ പൈസ പൈസ തരുന്നില്ല. ആഹാ, ബാക്കി ഫീസ് നീ എപ്പ തരും? മിസ്റ്റർ വക്കീൽ, നിങ്ങൾ എന്നെ 50,000 എടുത്തില്ലേ? നിങ്ങൾ 9 കേസ് ബാധിച്ച് 9ലും ഞാൻ അകത്തു പോയി. ഈ പൈസ നിങ്ങൾ എടുത്താൽ നിങ്ങൾ അകത്തു പോകും. അതെന്റെ അവകാശമാണ്, ഒരു വക്കീലിന്റെ അവകാശമാണ് അവരുടെ ഫീസ് മേടിക്കാന്നുള്ള. അത് നിന്റെ ഞാൻ മേടിച്ചെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ അകത്തു പോകുന്ന നീ പറയുന്നത്? എടുത്തോ, എന്തായാലും അകത്തു പോകും. ഞാൻ എങ്ങനെ അകത്തു പോടാ? അത് മോഷിച്ച പൈസയാണ്. രവിയേ, അങ്ങനെ നീ പറയല്ലേടാ. അമ്മ സത്യം, ഞാനത് മോഷിച്ച പൈസയാണ്. ബാങ്കിൽ നിന്ന് ഒരാൾ പെൻഷൻ കാശ് എടുത്തുകൊണ്ട് പോയപ്പം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയതാണ്. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പുറകെ പോലീസ് വന്നിട്ടാണ് ഞാൻ ഓടിയത്. അതിന്റെ പുറകെയാണ് നിങ്ങളായിട്ട് ഓടിച്ചത്. പോലീസ് പിടിച്ചാലും കോടതിയിലായാലും ഞാൻ ഒരു കാര്യം പറയും, എന്നെ വിട്ട് മോഷ്ടിപ്പിച്ചിട്ട് ആ പൈസ വക്കീൽ ഫീസായിട്ട് മേടിച്ചിട്ട് എന്നെ അകത്ത് കയറ്റും പുറത്തിറക്കും. അങ്ങനെ ഒരു വക്കീലാണ്, കള്ള വക്കീലാണെന്ന് ഞാൻ കോടതി പറയും. അപ്പൊ നിങ്ങൾ അകത്ത് പോകും. 9 കേസിൽ എന്നെ അകത്താക്കിയെങ്കിൽ ഈ കേസിൽ നിങ്ങൾ അകത്ത് പോകും. അങ്ങനെ പറയല്ലേ രവി. 9 കേസിന്റെ ബന്ധമില്ലടാ നമ്മള് തമ്മില്. വേണ്ട അത് വെച്ച് ഞാൻ എങ്ങനെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുമെന്നും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആ പൈസ വേണ്ട. ഞാൻ പറയുന്ന കേക്ക്, നിന്റെ പൈസ നീ എടുത്തു. എന്നാലും ഒരു വക്കീലൊന്ന് ആലോചിച്ച് നോക്കണേ. ഒരു പ്രതിനെ വിട്ട് പൈസ മോഷിപ്പിച്ചിട്ട് ആ പൈസ വക്കീൽ ഫീസായിട്ട് മേടിക്കാം. ഇത് കോടതി പറഞ്ഞാൽ നിങ്ങൾ അകത്ത്. എടാ സാമാന്തരിക ദ്രോഹി. കണക്കിൽ ചീത്ത വിളിക്കരുത്, സാമദ്രോഹി എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഈ സാമാന്തരം എന്ന് പറഞ്ഞത് കണക്ക് വെക്കണം, അത് പറയരുത്. മൊട്ടകോട് മോനെ ഓടി പാതകോണേ, ഞാനും പറയും കണക്കിൽ. പാത സ്ക്വയറേ, ലംബ സ്ക്വയറേ, ഓടി ലസാഗു, ഓടി മട്ടത്രികോണം, നിന്നെയുണ്ടല്ലോ ഞാൻ കോമ്പസിനകത്ത് കേട്ടിട്ടേ മട്ടക്കോട് വെച്ചിട്ട് 90 ഡിഗ്രി നിന്നെ ഞാൻ കറക്കൂടാ. നിന്നെ കറക്കും. നിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആ പൈസ നിങ്ങൾ വെച്ചോ, എനിക്ക് വേണ്ട. എനിക്ക് പൈസ വേണ്ട. നിന്റെ ഒരുപാട് പോലീസോ എവിടെ? എന്താ രണ്ടുപേര് ഈ കോടതി ഉളപ്പിൽ കിടന്നൊരു? ഒന്നുമില്ല. സാറെന്താ ഇവിടെ? ഞാൻ ഒരു പ്രതിയെ അന്വേഷിച്ച് വന്നതാണ് ഇവിടെ. അപ്പുറത്തെ ബാങ്കിൽ നിന്ന് ഒരു മോഷണം. പെരുങ്കള്ളൻ അവനെ എന്റെ കയ്യിൽ കിട്ടി ഞാൻ വെച്ചേക്കല. അവനെ ഞാൻ അടിച്ചു കൂട്ടും. ആരാ പണം കൊടുത്തെന്ന് എനിക്കറിയാം. അറിയാവാ? അറിയാം. ഞാൻ പറയട്ടെ. ബാഗില കടപ്പുറത്തും ഉത്സവമാണ്, ബാഗില കടപ്പുറത്തും ഉത്സവമാണ്, ബാഗില. അങ്ങനെയല്ലത്. ചാകര കടപ്പുറത്തിന്നുത്സവമാണ്, ചാകര കടപ്പുറത്തിന്നുത്സവമാണ്. അങ്ങനെയാണ്. ചാകര പോയി ചാകടി.
അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനറിയാമോ പറ. നമ്മൾ ഈ ചാകരക്ക് മീനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് കുറെ പൈസയൊക്കെ കിട്ടും. അതൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവയ്ക്കും, ബാഗിൽ വെക്കും. അതാ ഞാൻ പറഞ്ഞത് ബാഗില. എന്തായാലും എനിക്ക് ആ പ്രതിയെ പൊക്കേ പറ്റുള്ളൂ. ഇവിടെ നിങ്ങളുടെ പണം ഉണ്ടോ? നിങ്ങൾ ആരോപണം എന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞ സാർ? നിങ്ങൾ ആരോപണം ഉണ്ടെന്ന് പറഞ്ഞു. ആരോപണം ആരാ സാറേ അയച്ച്? സാറ് പറഞ്ഞല്ലോ ഇപ്പൊ ആരോപണം. അല്ല, ആരോപണം ഒന്ന് നിങ്ങൾ പറഞ്ഞു. ആരോ പണം എടുത്തു, അതല്ലേ? അതല്ല, എനിക്കിപ്പോ അറിയണം. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രതിനെ പൊക്കിയിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ. ഞാൻ പൊക്കണം സാർ, പൊക്കണം. ഞാൻ പൊക്കും. എടി, നീ ആവശ്യമില്ലാത്ത സാറ് ഒരു പ്രതിനെ പൊക്കാൻ വന്നതാണ്. നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ പാഴാക്കി കളയണം. എന്തുവാടാ കളിച്ചങ്ങ് കേറുവാണല്ലോ എടീന്ന്. ഇവിടെ എങ്ങനാ? എന്താ? എന്റെ വൈഫാണേ. ബാഗില ഇവന്റെ വൈഫാ. ഇവന്റെ 4 പിള്ളേരെ ഞാൻ പെറ്റിട്ടുണ്ട് മോനെ. ഇപ്പൊ ഇവള് ഗർഭിണിയാണ് സാറേ. 3 മാസം ഗർഭിണിയും കൂടെ സാറേ ഞാന്. ബാഗില അതാ ബാഗില. അതെന്നാന്നറിയാമോ? ഒന്നുമില്ല, ഇവക്ക് അങ്ങനെ കേസ് വായിച്ച് വലിയ പരിചയമൊന്നുമില്ല. അവിടെ ഹസ്ബൻഡ് ആണല്ലോ ഞാൻ. ഇടയ്ക്ക് വന്ന കേസിന്റെ കുറച്ച് റൂട്ട്സ് പറഞ്ഞു കൊടുക്കും. IPC 365 പ്രകാരം നീ അകത്ത് പോകും. നീ വായിച്ച എടുത്ത കേസിൽ നിന്റെ ബാഗിൽ പൈസ ഇരിക്കണം കാലം നീ അകത്ത് പോകും. വാദിക്കാനൊക്കെ അറിയോ? ആ കോട്ടിങ് ഒരിക്കൽ ഏത്? ഞാൻ 2 അടി അടിച്ചിട്ട് വരട്ടെ. വേണ്ട, കോടതി പെട്ടു. വേണ്ട, വേണ്ടെന്ന്. അവൻ ഈ കോടതി വളപ്പിലേക്ക് ഓടി കയറിയിരിക്കണം. CCTV ക്യാമറ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. പിടിക്കണം സാറേ, കള്ളന്മാരെ പിടിക്കണം. നമ്മൾ അങ്ങനെയാണല്ലോ. ഇടിച്ച് ഞാൻ കൂട്ടുവാൻ എന്റെ കയ്യിലേക്ക് അങ്ങനെ കണ്ടതിൽ സന്തോഷം. എടി, പിന്നെ ഒരു 70,000 രൂപ കൊച്ചിന്റെ ഫീസ് അടക്കണ്ടേ? 50 ഉള്ളൂ. 75 വേണമല്ലോ ഫീസ്. കൊച്ചിന്റെ ഫീസ് അടക്കാൻ വേണ്ടി വന്നാ വീട്ടിൽ നിന്ന് പൈസ എടുത്ത് ബാഗിൽ വെച്ചോണ്ട് പോന്നേക്കുവാ. ഫീസ് ഞാൻ അടച്ചോളാം. കുഞ്ഞൻ പറഞ്ഞാൽ മമ്മി അടച്ചാൽ മതി, ഡാഡി അടക്കണ്ടെന്ന്. അതെ, ഹലോ വക്കീലേ. അതായത് അത് ശരിക്കും അച്ഛനാണ് അടക്കേണ്ട പൈസ. ആണോ? അച്ഛന്മാർക്കാണല്ലോ ഇതിന്റെ. സാറിന് വല്ല അറിയാവോ സാറേ? സാർ എന്തിനാ സാറേ ഇതിന്റെ ഇടയ്ക്ക് പൈസ അച്ഛൻ കൊണ്ട് അടക്കട്ടെ. സാർ ഇങ്ങനെ കിടന്ന കള്ളനെ കിട്ടൂല കേട്ടാ. അല്ല, ഇവിടെ കിടന്ന് വെറുതെ ലാഗടിക്കാന്ന് മാത്രമല്ല, ഇങ്ങോട്ടുവാ. എന്റെ ബാഗ് തരാം. പിന്നെ ഉച്ചക്ക് കുറച്ച് ബീഫ് എന്തെങ്കിലും മേടിച്ചോണ്ട് പോരണേ കേട്ടോ. നമുക്ക് 2 പേരും കൂടെ ഇരുന്ന് കഴിക്കാം. അല്ല, അത് വേറൊരു കക്ഷി തന്ന ഒരു 50 സാരിയൊക്കെ ഉണ്ടല്ലോ, പുതപ്പ്. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകില്ല. കൊച്ചിനെ സ്കൂളിൽ വെച്ച് ഉറക്കം വരികയല്ലോ. വേറെ വീട്ടിൽ നിന്നൊക്കെ പൈസ എടുത്തോ ചുമ്മാ പോരുക. അതെ, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്ന് പിന്നെ അപ്പൊ ഞാനിത് കൊണ്ട ഫീസ് അടച്ചിട്ട് ഞാൻ വരാം. അപ്പൊ പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബാഗില ആരാന്നറിയാവോ? എനിക്കറിയില്ല. അന്വേഷിച്ച് കിടക്കുന്ന മോഷണ കേസിലെ പ്രതിയാ. അവനെ ഇപ്പൊ അവന്റെ കയ്യിലല്ലേ പൈസ ഇരിക്കുന്നത്? എന്റെ ബാഗിലൊന്നും ഇല്ലല്ലോ. അവനെ ഭീഷണിപ്പെടുത്തു വന്ന് ഈ പൈസ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി അവിടെ ചെന്നും കൊണ്ടു നോക്കും. ഇല്ല, ഇതിപ്പോ എന്റെ വൈഫിന്റെ പൈസ. ഈ ബാങ്കിൽ കൊണ്ടുപോയി ഞാൻ ഈ പൈസ നോക്കുമ്പോ അവിടുത്തെ സീരിയൽ നമ്പർ കറക്റ്റ് ആണ്. നിന്നെ ഞാൻ പൊക്കിയെടുത്ത് അകത്തോണ്ടിടും. അറിയാല എന്തുകാർ ഞാൻ ഇവിടെ മേടിച്ചു. കൊച്ചിന് ഫീസ് അടക്കേണ്ട പൈസ ഇല്ല. കൊച്ചിന് ഫീസ് കൊച്ചൊന്നുമില്ല. ഇവനെ എനിക്ക് അറിയത്തില്ല സാറേ. എന്റെ 9 കേസിൽ ഇവന്റെ ഭാഗത്ത് നിന്ന് ഞാനൊന്ന് വാദിച്ച ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നിന്റെ കയ്യിലായിരിക്കണേ, എന്റെ കയ്യിലില്ല. എന്റെ ബാഗിലല്ല. നിന്നെ ഞാൻ പൂട്ടൂടാ. നിന്നെ ഞാൻ പൂട്ടും. ബാങ്കിൽ ചെന്ന് ഞാൻ നിന്നെ പൂട്ടും. ഞാൻ നിന്നെ നിനക്ക് ഞാൻ ആര് വാദിക്കുമെന്ന് എനിക്കൊന്നും സാറേ. ഞാൻ വാദിക്കും സാറേ. ഇവന്റെ കേസ് വാദിക്കും. ഞാൻ 5 വർഷം ഇവനെ ഞാൻ അകത്തിടാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കും സാറേ. 5 വർഷം 9 കേസ് എന്റെ വാദിച്ചിട്ട് ഞാൻ 9 കേസിനും തോറ്റു ഞാൻ അകത്ത് കിടന്നതാണ്. ഇവിടെ 5 വർഷം മേടിച്ച് തരൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് അത് വധശിക്ഷയായിരിക്കും. ജീപ്പിനകത്തേക്ക് ഞാനല്ലല്ലോ കേറണ്ടേ, നീയല്ലേ കേറണ്ടേ. സാറിന്റെ ഗർജനം കേട്ടപ്പോ ഞാനങ്ങ് പേടിച്ചു. ഞാനങ്ങ് പേടിപ്പിച്ചതാ.